ഹായ് എവരിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് റെഫറൻസ് ബുക്ക് ഫോർ CSIR നെറ്റ് ഫിസിക്കൽ സയൻസ്. ഇനിയിപ്പോൾ എല്ലാവരും ഡിസംബർ 18-ാം തീയതിയാണ് നമ്മുടെ CSIR നെറ്റിന്റെ എക്സാം. ഇതുവരെ ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല. പല കുട്ടികളും അടുത്ത ജൂണിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ടാവും. ജൂൺ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ഗേറ്റ് എക്സാം വരുന്നുണ്ട്, ബാർക്ക് വരുന്നുണ്ട്, ഒരുപാട് എൻട്രൻസ് എക്സാം അതിന്റെ ഇടയിൽ വരുന്നുണ്ട്, ജസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് CSIR നെറ്റ് എക്സാമിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് റെഫറൻസ് ബുക്ക് ഏതാണ് എന്നുള്ളത്. സോ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിൽ ഒന്ന് ഡേവിഡ് ഗ്രിഫിത്തിന്റെ ബുക്കും ഒന്ന് സെറ്റ്ലിയുടെ ബുക്കാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഈ ഡേവിഡ് ഗ്രിഫിത്തിന്റെ ബുക്ക് എന്ന് എന്താ വെച്ചാൽ ഒരുപാട് കോൺസെപ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ CSI എക്സാമിന്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സെറ്റ്ലിയുടെ ബേസിൽ നിന്ന്, അതായത് സെറ്റ്ലിയുടെ വർക്ക്ഔട്ട് ചെയ്ത പ്രോബ്ലംസ് തന്നെയാണ് നെറ്റ് എക്സാമിന് കൂടുതലും നമ്മൾ അതേ പാറ്റേണിൽ കാണാൻ പറ്റുക. സോ രണ്ട് ബുക്കോ റെഫർ ചെയ്ത് പഠിക്കണം. കയ്യിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സെറ്റ്ലി എന്നാണ് കേട്ടോ. സെറ്റ്ലി ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് വായിച്ചാൽ മനസ്സിലാവും എന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്ലി ആയ ഒരു ബുക്കാണ് കേട്ടോ. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഉപാധ്യായുടെ ബുക്കുണ്ട്, അതുപോലെ തന്നെ ഗോഡ്സ്റ്റീന്റെ ബുക്കുണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. സോ ഗോഡ്സ്റ്റീന്റെ ബുക്കാണ് ആക്ച്വലി ഒരു ഫോറിൻ ഓതർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്നാണ് പല കോൺസെപ്റ്റും നമ്മൾ പഠിക്കാറുള്ളത്. ബട്ട് ഒന്നും കൂടി നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ഇന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും കൂടി നല്ല വൃത്തിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപാധ്യായ യൂസ് ചെയ്യാറുണ്ട്. കാരണം മാത്തമാറ്റിക്കലി സ്റ്റെപ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതായത് ആ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ. എന്നാൽ ഗോഡ്സ്റ്റീൻ എന്താ വെച്ചാൽ കോൺസെപ്റ്റ് നല്ല രീതിയിൽ ബേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇതിലെ പല കാര്യങ്ങളും, ഇപ്പൊ കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് മൂവ്മെന്റം, അത് പല കേസിലും പല രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. ഇപ്പോ ഒരു ഇലാസ്റ്റിക് കൊളീഷനും ഇലാസ്റ്റിക് കൊളീഷനും ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ മൂവ്മെന്റ് കൺസർവ് ആവുന്ന കേസ്, എനർജി കൺസർവ് ആവുന്ന കേസ് എന്ന് വേണ്ട, ചിലപ്പോൾ ഒരു സിമ്പിൾ പെൻഡിൽ ആടുന്ന സമയത്ത് ടോട്ടൽ എനർജി കൺസർവ് ആവുന്ന കേസ്. അതായത് ഇത് ആക്ഷൻ ആംഗിൾ വേരിയബിൾസിനെ പറ്റിയിട്ട് നല്ല രീതിയിലാണ് ഗോഡ്സ്റ്റീനിൽ പറയുന്നത്. അപ്പോ അതൊന്നും കൂടി വൃത്തിക്ക്, അതായത് നമുക്ക് അത്യാവശ്യം പഠിക്കാൻ ടൈം ഉണ്ട്, ഒരു 6 months ഒക്കെ സമയം ഉണ്ടെങ്കിൽ വൃത്തിക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു ബുക്കാണ് ഗോഡ്സ്റ്റീൻ. അതും ഉപാധ്യായം വെച്ചിട്ട് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ഉപാധ്യായം അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത ഒരു പാരഗ്രാഫ്, കാരണം രണ്ട് വരിയിൽ കോൺസെപ്റ്റ് പറയും. ഉപാധ്യായം ആകുമ്പോൾ ഒന്നും കൂടി ഡീപ്പായിട്ട് വലിച്ചു വാരി കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് പറഞ്ഞു തരുന്നു മാത്രം. ഓക്കെ, നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് സ്റ്റാൻഡേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് കോംപ്ലക്സ് വേരിയബിളിന്റെ ബുക്കാണ് കേട്ടോ. ജസ്റ്റ് അടുത്തത് ആഫ്കൻ ആൻഡ് വെബർ. ഇതല്ലാതെ രണ്ട് ബുക്കും കൂടി ഇന്ത്യൻ ഓതർ പ്രകാരം നമ്മളൊന്ന് HK ദാസും സത്യപ്രകാശും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് രണ്ട് ബുക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും സ്പെസിഫൈ ചെയ്യേണ്ടത് സത്യപ്രകാശിന്റെ PDF അവൈലബിൾ അല്ല. സോ വാങ്ങുകയായിരിക്കും നല്ലത്. സത്യപ്രകാശിന്റെ ബുക്കും HK ദാസിന്റെ ബുക്കാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ്, ഒരുപാട് എക്സസൈസുകൾ അതിലുണ്ട്. അതായത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റിനെ ബിൽഡ് ചെയ്തിട്ട് ഒരു 10-20 എക്സസൈസുകൾ തന്നെ അതിന്റെ ഉള്ളിലുണ്ട്. സോ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ബുക്കുകൾ. അത് മീൻസ് ആഫ്കൻ ആൻഡ് വെബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് തിയറി, ഗ്രീൻസ് തിയറി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് മെയിൻ ആയിട്ട് പാത്രയുടെ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുക. പാത്രയുടെ ബുക്കിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഒന്നും കൂടി എളുപ്പമായിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ എന്താ വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് ഒരു ഓതറിന്റെ ബുക്കിന്റെ ആവശ്യമില്ല. നമുക്ക് എന്താ വെച്ചാൽ പല സിറ്റുവേഷൻസിലും അല്ലെ പല പല സോഴ്സിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരുപാട് ഹാൻഡ് റിട്ടൺ നോട്ട്സ് കിട്ടുന്നുണ്ട്. അതായത് പല ബുക്കുകളിൽ നിന്ന് എഴുതുന്ന ഒരു രീതിയുണ്ട്. കാരണം പാത്രയുടെ ബുക്കിനെ മാത്രം ആസ്പദമാക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. സോ നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ ബേസിക് ബിൽഡിംഗ് ഇക്വേഷൻസ് എവിടെ നിന്നാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പൊ ഫെർമി ഡിറാക്ക്, ബോസ് ഐൻസ്റ്റീൻ, ഐസിങ് മോഡൽ, ജസ്റ്റ് ഒരുപാട് അവൈലബിലിറ്റി ഇപ്പൊ ഉണ്ട്. നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയാസ് കാര്യങ്ങൾ, അപ്പൊ അതറിയാം. എന്നിട്ട് അതറിഞ്ഞതിന് ശേഷം ഈ ബുക്ക് വായിക്കുകയായിരിക്കും നല്ലത്. അല്ലാതെ ഈ ബുക്ക് വായിച്ചിട്ട് കോൺസെപ്റ്റ് പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ബട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി, ഇപ്പൊ ഫെർമി, ബോസ്, മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ, ഐസിങ് മോഡല്, പാർട്ടീഷൻ ഫംഗ്ഷൻ, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷൻസ് എന്ന കാര്യങ്ങൾ, ഇപ്പൊ ഹാർമോണിക് ഓസിലേറ്റർ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ച് ഈ ബുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. സോ പാത്രയുടെ ബുക്കിന്റെ PDF അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്താ വെച്ചാൽ കൂടുതൽ വെയിലിന്റെ ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. ബട്ട് ഒരു ഇന്ത്യൻ ഓതർ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വഹാബിന്റെ ബുക്ക് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ബാർബർ ആൻഡ് പുരിയുടെ ബുക്ക് നോക്കാറുണ്ട്. ഇത് രണ്ടും നല്ലതാണ്. പിന്നെ SO പിള്ളയുടെ ബുക്കിൽ എന്താ വെച്ചാൽ വളരെ ബേസിക് കോൺസെപ്റ്റ് ആണ്. വഹാബ് അല്ലെങ്കിൽ ബാർബർ ആൻഡ് പുരി, വഹാബ്, ഈ 3 ബുക്സുകളും നല്ല ബുക്സുകളാണ്. കാരണം എന്താ വെച്ചാൽ
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ബുക്സ് നോക്കിയിട്ടാണ് ഒരു ഫോറിൻ ഓതറിലേക്ക് പോവേണ്ടത്. കാരണം ഒരുപാട് വർക്ക് ഇപ്പോ വഹാബിന്റെ ബുക്കിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഒരുപാട് നല്ല കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോൺസെപ്റ്റ് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ബാർബർ ആൻഡ് പുരിയുടെ ബുക്കിലൊക്കെ എന്താ പ്രത്യേകത വെച്ചാൽ പുരിയുടെ ബുക്കിൽ അത്യാവശ്യം അതായത് കാപ്സ്യൂൾ ടൈപ്പ് കോൺസെപ്റ്റാ. ഒക്കെ ഉണ്ട് കേട്ടോ, അത് വൃത്തിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ടെസ്റ്റ് പോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വഹാബിന്റെ ഒന്നും കൂടി അതിനെ ചകഞ്ഞ് എല്ലാ പോയിന്റുകളും ഇപ്പൊ എന്താ പെർമിറ്റിവിറ്റി ഓഫ് യൂണിറ്റ് വോളിയം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും എക്സ്റേ ഡൈഫ്രാക്ഷൻ മാക്സിമ മിനിമ, അത് ഓരോ പോയിന്റുകളെയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് ഈച്ച് ആൻഡ് എവരി പോയിന്റും നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അതാണ് ഇന്ത്യൻ ഓതറിൽ. അതർവൈസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെയിലിന്റെ ബുക്കാണ് നോക്കേണ്ടത്. ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിൽ ഒന്ന് എന്ന് പറയുന്നത് അരുൾദാസിന്റെ ബുക്കാണ്, പിന്നെ ഒന്ന് രാജ്കുമാറിന്റെയാണ്. രാജ്കുമാറിന്റെ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബുക്കാണ്. അരുൾദാസ് പിന്നെ ഒന്നും കൂടിയും നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിക്കാം, അതായത് റൊട്ടേഷൻ. പക്ഷെ അറ്റോമിക് ആൻഡ് ഫിസിക്സിൽ മോളിക്കുലർ ഫിസിക്സിൽ എല്ലാത്തിന്റെ ഒരു ബണ്ടിലാണത്. അത് നമുക്കൊരു യൂണിവേഴ്സിറ്റി ഒരു ഗൈഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിൽ എല്ലാ ഇക്വേഷൻസും ഒരു കഥ പോലെയാണ് അതിലുള്ളത്, എല്ലാ പ്രോബ്ലംസും നല്ല വൃത്തിക്ക് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ. ന്യൂക്ലിയർ ഫിസിക്സ് ഗോഷലിന്റെ ബുക്കാണ് കൂടുതൽ യൂസ് ചെയ്യുക. അതായത് ഗ്രിഫിത്ത് ബുക്കും ഉണ്ട് കേട്ടോ ന്യൂക്ലിയറിൽ. എലിമെന്ററി ഫിസിക്സിന് ഗ്രിഫിത്തിന്റെ ബുക്കുണ്ട്. കൂടുതലും നമ്മൾ ഗോഷലിന്റെ ബുക്ക് വെച്ചിട്ട് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുക. പറഞ്ഞു പല ബുക്കുകളും പല രീതിയിലാണ്. സോ ഒരു സ്റ്റാൻഡേർഡ് ബുക്കായിട്ട് നിങ്ങൾ ഇത് ഹോണേഡ് ആയിട്ട് വെക്കുക. ദെൻ നിങ്ങൾക്ക് കിട്ടുന്ന കോൺസെപ്റ്റ് ആദ്യം ബിൽഡ് ചെയ്തിട്ട് ഇതിലേക്ക് വായിക്കാനായിരിക്കും വരുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ബൈൻഡിങ് എനർജി, സെമി എംപിരിക്കൽ മാസ് ഫോർമുല, അത് ചിലപ്പോൾ ബൈൻഡിങ് എനർജി ഒരു ബുക്കിൽ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി എംപിരിക്കൽ മാസ് ഫോർമുല വേറൊരു ഓതറിന്റെ ബുക്കിലായിരിക്കും. സോ നമുക്ക് അതിന്റെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നോട്ടുകൾ വെച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ബുക്കിലൊക്കെ വായിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. ഇതുപോലെ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ ഉണ്ട്. ഇലക്ട്രോണിക്സിന്റെ VK മെത്തേഡ് ബുക്കാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുക. ഇലക്ട്രോണിക്സിന്റെ ബേസിക്കും VK മെത്തേഡ് തന്നെയാണ്. അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ പല അക്കാദമിക് നോട്ടുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അക്കാദമിക് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പഠിച്ച നോട്ട്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ച ഇക്വേഷൻസ് വെച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, എന്നിട്ട് റെഫറൻസിലേക്ക് ഇറങ്ങാം. ചില സബ്ജക്റ്റുകൾ ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ആയാലും ക്വാണ്ടം മെക്കാനിക്സ് ആയാലും, ഇനി ഇലക്ട്രോഡൈനാമിക്സ് ഉണ്ട്. ഇലക്ട്രോഡൈനാമിക്സിന് എന്താ പ്രത്യേകത വെച്ചാൽ ഓഫ് കോഴ്സ് ഗ്രിഫിത്തിന്റെ ബുക്കും ചെങ്ങിന്റെ ബുക്കുമാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ചെങ്ങിന്റെ ബുക്കും ഇലക്ട്രോഡൈനാമിക്സിനും ചെങ്ങിന്റെ ബുക്ക് അവൈലബിലിറ്റി വളരെ കുറവാണ്, PDF അത് ബുക്കായിട്ട് ഞാൻ കിട്ടുക. പക്ഷെ ഗ്രിഫിത്തിന് നല്ല രീതിയിൽ ഡേവിഡ് ഗ്രിഫിത്തിന്റെ ബുക്ക് അവൈലബിൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അതാണ് നമ്മൾ പഠിക്കാറുള്ളത്. അതൊരു ഫ്രണ്ട്ലി ആക്കാൻ നോക്കുക. അതും ഇതുപോലെ തന്നെ നമ്മൾ +2ന്റെ ബേസിക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്ത് വന്നാലേ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് ആയാലും മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് ആയാലും നമുക്ക് ഒരു എൻട്രിങ് ഉണ്ടാവുള്ളൂ. സോ ആദ്യം NCERT ടെസ്റ്റ് ഒരു നല്ല വൃത്തിക്ക് നോക്കി മനസ്സിലാക്കിയിട്ട് കയറി വരികയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഗ്രിഫിത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അവിടെ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നെയും റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ബയോസാവറ്റ്സിലും എല്ലായിടത്തും സെയിം ആയിട്ട് തന്നെയാണ്. നമ്മളിപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇക്വലാറ്ററിലും ആക്സിലും ഒക്കെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പൊട്ടൻഷ്യലൊക്കെ കപ്പാസിറ്ററൊക്കെ. സോ അതന്നെ നമ്മൾ ഇവിടെയും കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഒന്ന് പുതുക്കി എടുത്തിട്ട് വേണം അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺസെപ്റ്റ് എവിടുന്നെങ്കിലും ബിൽഡ് ചെയ്തിട്ട് അത് നല്ല രീതിക്ക് ബിൽഡ് ചെയ്തിട്ട് റെഫറൻസിലേക്ക് ഇറങ്ങായിരിക്കും നല്ലത്. ഓക്കെ.